എങ്ങനത്തെ ആളെയാണ് ഉദ്ദേശിക്കുന്നത്. സിദ്ധുഭായി പറഞ്ഞു ഇപ്പോൾ അഭിരാമിനൊക്കെ പോലൊരാളാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അഭിരാമിനെ പോലുള്ള ഒരാക്കണ്ട, അഭിരാമി തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അതാണ് ആദ്യം നമുക്ക് ബഡന്റെ വേഷം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വിഷമം അത് നമ്മൾക്ക് ഓവർകം ചെയ്ത് പിന്നെ രാജാവ് മന്ത്രിയൊക്കെ ആവുന്നത് വളരെ ഗ്രാജുവലി ആണല്ലോ. ആൻഡ് പ്ലസ് ഐ ലവ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഓൾസോ. നമ്മളതിനകത്ത് ഇല്ലെങ്കിലാണ് നമുക്ക് വിഷമം ഉണ്ടാവുക. എന്നെ വിളിച്ചില്ലല്ലോ. ഹായ് ഗൈസ്, വെൽക്കം ടു കാൻഡി ടോക്സ്. ഇന്ന് എൻ്റെ കൂടെ കാൻഡി ടോക്സിൻ്റെ ഫ്ലോറിലുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് പരിചയമുള്ള അഭിരാമാണ്. വെൽക്കം ടു ദ ഫ്ലോർ. താങ്ക് യു സോ മച്ച്. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? കുഴപ്പമില്ല. എന്തൊക്കെയാ പുതിയ വിശേഷങ്ങൾ? പുതിയ സിനിമ ഏതൊക്കെയാ വരാനിരിക്കുന്നതൊക്കെ? സിനിമകൾ ഇപ്പോൾ ഭരതനാട്യം എന്ന് പറഞ്ഞൊരു സിനിമ ഈ 23rd റിലീസാവുന്നു. സൈജു കുറുപ്പാണ് അതിൽ നായകനും, അദ്ദേഹം അതിൻ്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസറുമാണ്. കൃഷ്ണദാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടർ, ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്. ഒരുപാട് താരങ്ങളുണ്ട്. സായികുമാർ ചേട്ടനുണ്ട്, കലാരഞ്ജിനി ചേച്ചി, സോഹൻ ചേട്ടൻ, സൈജോട്ടൻ ആണ് നായകൻ, സ്വാതിദാസ് പ്രഭു, നന്ദു പൊതുവാള്, അങ്ങനെ മണികണ്ഠൻ പട്ടാമ്പി. അപ്പോൾ ഞങ്ങൾ പണ്ടൊക്കെ കാണുന്ന മലയാള സിനിമയുടെ ഒരു ഗ്രാമീണ പശ്ചാത്തലമൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു ഗ്രാമീണമായ പശ്ചാത്തലത്തിലുള്ള അവിടുത്തെ ഒരു അമ്പല കമ്മിറ്റിയൊക്കെ ബന്ധപ്പെട്ട അങ്ങനത്തെ ഒക്കെ നമ്മൾ പണ്ട് മലയാള സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയാണത്. വളരെ പ്രതീക്ഷയുണ്ട് ആ സിനിമ. പ്രതീക്ഷയുണ്ട്, അടിപൊളിയായിട്ട് തന്നെ വരട്ടെ. ഓക്കെ. ശരിക്കും നാടകം വഴിയാണ് തുടക്കം, ആക്ട് ചെയ്തൊക്കെ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ആക്ടിങ്ങിലോട്ട് എത്തിയായിരുന്നു. ഓർമ്മയുണ്ടോ ഫസ്റ്റത്തെ ആക്ടിങ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊന്ന് പറയാമോ? നാടകത്തിനല്ല, സിനിമയിലോട്ട് എത്തിയിട്ട്. സിനിമയിലെത്തിയത് ഈ പറഞ്ഞ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത മൂവി ചന്ദ്രേട്ടൻ എവിടെയാന്ന് പറഞ്ഞ സിനിമ. ദിലീപേട്ടൻ നായകൻ, സിദ്ധാർത്ഥ ഭരതൻ ഡയറക്ടർ. അപ്പം അതിനകത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അതൊരു MLA ക്യാരക്ടറാണ്. കാരണം ദിലീപേട്ടൻ്റെ ക്യാരക്ടർ വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിയമസഭാ ഓഫീസിലാണ്. അപ്പോൾ പുള്ളിയുടെ വൈഫ് തൃശ്ശൂർ ജോലി ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഒരു MLA ആയിട്ട് ജസ്റ്റ് സംസാരിക്കുന്നതായിട്ട് ഒരു പാസിങ്ങിലുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് ചെയ്യാവുന്ന ഒരു വേഷം. അപ്പം അത് പക്ഷേ സിദ്ധു ബൈക്ക് അത് ഒരാൾ ചെയ്യണം എന്നുണ്ടായിരുന്നു, ഒരു പെർഫോമർ ചെയ്യണമെന്ന് പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആരാണെന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് അവസാനം വരെ ഒരു തീരുമാനമാവുന്നില്ല. ഒടുവിൽ ഇതിൻ്റെ പ്രൊഡ്യൂസർ സമീർ ഭായ് സിദ്ധു ഭായി എടുത്ത് വെച്ച് നീ എങ്ങനത്തെ ആളെയാണ് ഉദ്ദേശിക്കുന്നത്? സിദ്ധു ഭായി പറഞ്ഞു ഇപ്പോൾ അഭിരാമിനൊക്കെ പോലൊരാളാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അഭിരാമിനെ പോലുള്ള ഒരാക്കണ്ട, അഭിരാമി തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അതാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ അവസരം കിട്ടി അഭിനയിക്കാൻ. ആക്ടിങ് ഇഷ്ടമായിരുന്നോ മുൻപോട്ട്? പിന്നെ എത്ര നാളോട്ട് ഇങ്ങനെ സിനിമ നടനാവണം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ ഉള്ളില്? സത്യം പറഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ഉണ്ടാവുന്നു, പക്ഷേ അങ്ങനെ വിചാരിച്ചിരുന്നില്ല അങ്ങനെ സംഭവിക്കുന്നു. ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുപ്പം തൊട്ട് നമ്മൾ നാടകത്തിലേക്ക് എത്തുന്നത് തന്നെ നമ്മൾ സിനിമയോടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ അഭിനയത്തിനോടുള്ള ഒരു സാധനത്തിനോട് തന്നെയാണ് നമ്മൾ നാടകത്തിലും എത്തണമെന്ന് തീരുമാനിക്കുന്നതും. ആദ്യം നമുക്ക് ബഡന്റെ വേഷം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വിഷമം അത് നമ്മൾക്ക് ഓവർകം ചെയ്ത് ഗ്രാജുവലി ആണ് പിന്നെ എല്ലാം. പിന്നെ രാജാവ് മന്ത്രിയൊക്കെ ആവുന്നത് വളരെ ഗ്രാജുവലി ആണല്ലോ. അങ്ങനെ സംഭവിച്ചതാ. ഇപ്പൊ ഏകദേശം എത്ര സിനിമ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? അങ്ങനെ ഒരു നമ്പർ എടുക്കാറുണ്ടോ? നമ്പർ ഓൾമോസ്റ്റ് എടുക്കാറുണ്ട്, കൃത്യമായിട്ട് അറിയില്ല. ഓൾമോസ്റ്റ് ഒരു 40. എത്ര വർഷമായി ശരിക്കും ഇൻഡസ്ട്രിയിൽ എത്തിയിട്ട്? ചന്ദ്രേട്ടൻ റിലീസ് ആവുന്നത് 2015-ലാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 9 years. അതിൻ്റെ ഉള്ളിൽ 40 സിനിമ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഏതാ കംഫർട്ടബിൾ ആയിട്ടുള്ള റോള്? കോമഡി ചെയ്യുന്നതാണോ അതോ കുറച്ച് സീരിയസ് ആണോ അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളതാണോ? എങ്ങനത്തെയാ കുറച്ച് കംഫർട്ടബിൾ റോൾ ഏതാ? കംഫർട്ടബിൾ അങ്ങനെയില്ല, കാരണം എല്ലാം നമുക്ക് ഒരേ തരത്തിലുള്ള അൺകംഫർട്ടും കംഫർട്ടും ഉണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് താല്പര്യം, ഞാൻ ഇപ്പോൾ പറയാറുണ്ട് ഈ ക്യാരക്ടർ റോൾസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ലൈക്ക് നോട്ട് ലൈക്ക് ലീഡിങ് ക്യാരക്ടേഴ്സ്, പക്ഷേ മറ്റ് സഹ നടന്മാർ എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ടല്ലോ, അതെനിക്ക് ഞാൻ നോക്കുന്നൊരു ഏരിയയാണത്. അങ്ങനത്തെ ആക്ടേഴ്സിനോടാണ് എനിക്ക് താല്പര്യം. ആൻഡ് പ്ലസ് ഐ ലവ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഓൾസോ. കാരണം എന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടൻസ് ലെവലിൽ
ഓൾസോ പെർഫോമൻസിന് സാധ്യത കൂടുതൽ എന്നൊക്കെ തോന്നുന്നത്. എനിക്ക് പേഴ്സണൽ ചോയ്സ് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ പിടിക്കും അത്. അടിപൊളി. മഞ്ഞുമല് ഭയങ്കര സക്സസ് ആയിരുന്നു. എങ്ങനെയാ മഞ്ഞുമലിലോട്ട് എത്തുന്നത് ശരിക്കും? മഞ്ഞുമലോട്ട് എത്തുന്നത് സൗബിനും ചിദംബരവും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അങ്ങനെ വന്നതാണ്. മഞ്ഞുമലെല്ലാം സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കളുടെ കൂട്ടമാണല്ലേ? അതെ, മഞ്ഞുമല് എല്ലാവരും ഫ്രണ്ട്സ്. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മ. നമ്മളതിനകത്ത് ഇല്ലെങ്കിലാണ് നമുക്ക് വിഷമം ഉണ്ടാവുക. എന്നെ വിളിച്ചില്ലല്ലോ. പക്ഷെ ലക്കി ഇനഫ് വിളിച്ചു. അങ്ങനെ ശരിക്കും ആക്ടർ അല്ലായിരുന്നെങ്കിൽ വേറെ എന്തായേനെ അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ഒരു ചോയ്സിനെ പറ്റി ആലോചിക്കാറുണ്ടോ? ഉണ്ട്. അല്ല, അങ്ങനെയല്ല. ആക്ടർ ആവാനായിട്ടല്ലല്ലോ സിനിമയിൽ വന്നത്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഡയറക്ടർ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ആക്ടിങ്ങിൽ നമുക്കൊരു പ്രൊഫൈൽ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ലൈക്ക് വൈ നോട്ട്, ഐ മീൻ ലൈക്ക് അതൊരു സീരിയസ്നെസ്സോട് കൂടി ചെയ്യുകയാണെങ്കിൽ മേ ബി യു വിൽ ഹാവ് എ ലൈഫ് there also. Eventually you can direct a movie whenever you want. ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഡയറക്റ്റ് ചെയ്യും എന്തായാലും. അങ്ങനെ ആഗ്രഹമുണ്ട്. അതിനുള്ള ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. മമ്മൂക്കയായിട്ട് അഭിനയിച്ചായിരുന്നു. എക്സ്പീരിയൻസ് എന്ന് പറയാമോ? മമ്മൂക്കൻ ഇത്ര അടുത്തൊന്ന് അഭിനയിച്ച് എങ്ങനെയായിരുന്നു മമ്മൂക്കയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ്? അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവമല്ലേ. അതായത് ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കനെ കാണുന്ന അവിടെ വെച്ചാണല്ലോ. പക്ഷേ ഫസ്റ്റ് അപ്പോൾ അദ്ദേഹം ജോയിൻ ചെയ്ത ദിവസം തന്നെ ഒരു ഷോട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് അത് കഴിഞ്ഞിട്ട് മോണിറ്ററിൽ ഇത് നോക്കാൻ വരുമല്ലോ. അപ്പോൾ സൈഡിൽ നമ്മളെല്ലാവരും നിൽപ്പുണ്ട് വരിവരിക്കേ. അപ്പോൾ ലൈക്ക് മേ ബി അദ്ദേഹത്തിന് അറിയാമായിരിക്കും ആരൊക്കെ എന്തൊക്കെയാണ്. ഹി മൈറ്റ് ഹാവ് ഡൺ ദാറ്റ്. എന്നെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ച് എന്നെ കണ്ടപ്പോൾ. അപ്പോൾ ഇതിലിപ്പോ എന്ത് സന്തോഷമാണ്. ഹലോ, എന്തുണ്ട് വിശേഷം? എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുതരുമോ? ഇങ്ങനെ ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ടോ? നമുക്ക് തമാശയൊക്കെ പറയും. കോമഡിയാണ്, വെരി എന്റർടൈനിങ് ആണ്. സീരിയസ് ആയിട്ടല്ല നമ്മളടുത്ത്. അങ്ങനെയല്ല, ആ സിനിമയിൽ അങ്ങനെ ആയിരുന്നില്ല. ഇറ്റ് വാസ് വെരി റിലാക്സ്. നമ്മുടെ കൂടെ ചീട്ട് കളിച്ച് 28 കളിച്ച് ഞങ്ങളവിടെ ഇരുന്ന് 28 കളിച്ച് ചെയ്യോ. അടിപൊളി. ഇപ്പൊ ഓരോ റോള് തേടി വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപും ഇങ്ങനെ ഹോംവർക്ക് ചെയ്യാറുണ്ടോ? അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാറുണ്ടോ വീട്ടിലോ? അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വർക്ക്ഷോപ്പോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെ ആവശ്യപ്പെടുന്ന ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്നല്ലാതെ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഒരു ഡ്രീം റോൾ ഉണ്ടോ? ഇങ്ങനത്തെ ഒരു റോള് ചെയ്താൽ കൊള്ളാം, അങ്ങനെ എന്തെങ്കിലും ഡ്രീം റോൾ ഉണ്ടോ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എനിത്തിങ് ക്യാൻ കം. ഡ്രീം റോൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇപ്പൊ ചെയ്ത ആൾക്കാർ ചെയ്തു വെച്ചേക്കുന്ന സാധനങ്ങൾ വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൽ കാര്യമില്ല. ബിക്കോസ് അത് ഒരു ലാൻഡ്മാർക്ക് സെറ്റ് ആയതാണ്. പിന്നെ ആഗ്രഹിക്കുന്നതിലും കാര്യമില്ല. ഞാൻ ഇതിനൊരു എപ്പോഴും പറയുന്നത്, ഞാൻ ഇതിനൊരു ജോബായിട്ട് ഒരു ജോബ് പ്രൊഫൈലായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഐ ആം വെരി സിൻസിയർ ടു വാട്ട് ഐ ഡു. അപ്പോൾ അത് ഏത് ചെയ്താലും ചെയ്യും. അതായത് ആക്ടിങ് ഒരു ഫിലിം മേക്കിംഗ് ആണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു ഒരു ഇന്റർവ്യൂല്. അതിനെ പറ്റിട്ടൊന്ന് പറയാമോ? ആക്ടിങ് ഈസ് ഓൾസോ എ കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ്. അത് എൻ്റെ ഒരു എസ്കേപ്പിസമാണ്. അതായത് എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കുമല്ലോ, അതായത് വെറുതെ അഭിനയിച്ച് നടന്നു പടം ചെയ്യണ്ടേ. അപ്പൊ ഞാൻ പറയുന്ന എക്സ്ക്യൂസ് ആണ്. ലൈക്ക് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫിലിം മേക്കിംഗ് ആണ്. ഒരു ആക്ടറും അതിന് അത്രയും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ആ ഫിലിം മേക്കിങ്ങിൽ. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വിട്ടുപോകുന്നില്ല. ലൈക്ക് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ വേറെ പല ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ സിനിമയായിട്ട് ബന്ധമില്ലെങ്കിൽ മേ ബി നമുക്ക് ആ ടച്ച് വിട്ടുപോകും. ഇത് നമുക്ക് ആ പേടിയില്ല. ബിക്കോസ് വി ആർ കോൺസ്റ്റന്റ്ലി ഇൻ ദ പ്രോസസ്. അപ്പോൾ അതുകൊണ്ട് ഐ ബിലീവ് ദാറ്റ് ആക്ടിങ് ഇസ് ഓൾസോ എൻ്റെ ലേണിംഗ് പ്രോസസ്സിനെ ഹെൽപ്പ് തന്നെയാണ്. ഇതുവരെ ചെയ്ത റോൾസിൽ കുറച്ച് ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള എന്തെങ്കിലും റോൾ ഉണ്ടോ? ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള റോൾസ് ഉണ്ട്. ഒരുപാടുണ്ട്. എല്ലാം ചെയ്തത് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് തന്നെയാണ്. അങ്ങനെ പക്ഷേ നമുക്കൊരു കരിയർ വൈസ് ഗ്രാഫ് ഉയർത്തി തന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ പറവയിൽ ഒരു കഥാപാത്രം ചെയ്തത് ഞങ്ങൾ അതിൻ്റെ സെക്കൻഡ് മൂവിയാണ് പറവ. പക്ഷെ അത് കുറച്ചെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടു എന്ന രീതിയിൽ പല നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് അപ്രീസിയേഷൻ. പിന്നെ അതിന്റെ പേരിൽ കുറെ കാലം എന്റെ പേര് മനാഫ് എന്നൊക്കെ വിളിക്കുമായിരുന്നു. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുകയായിരുന്നു ആ സമയത്തൊക്കെ. അപ്പൊ അത് എനിക്കൊരു ഹൈ തന്നായിരുന്നു. സോ അത് ഭയങ്കര, അത് സൗബിൻ സ്ക്രിപ്റ്റിലൊന്നും ഇല്ലാത്തൊരു ക്യാരക്ടർ, അത് വെറുതെ സൗബിൻ ഇംപ്രവൈസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ക്യാരക്ടർ നമ്മൾ കയറ്റി ചെയ്യിച്ചതാ. അപ്പോൾ അത്
മനസ്സിൽ. പക്ഷെ അതിനുശേഷം പിന്നെ സുഡാനി ഫ്രം നൈജീരിയ നമ്മൾ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഹല ലവ് സ്റ്റോറി. പിന്നെ അതേപോലെ ലാൻഡ്മാർക്ക് തന്നത് ജാനമനിലെ അക്ഷയ് കുമാർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അത് എനിക്ക് ആ സിനിമയും ആ കഥാപാത്രവും വളരെ പ്രിയപ്പെട്ടതാണ്. അതിന്റെ ആൾക്കാരെല്ലാവരും ചിദംബരവും അവര് ചിദംബരവും ഗണപതി അവരെന്റെ കസിൻസ് ആണ്. അപ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാവുന്ന ആൾക്കാരാണ് അവര്. പിന്നെ ബാക്കി ബാലു, അച്ചു, ബേസില് എല്ലാവരും നമുക്കറിയാം, സജിൻ, അതിനകത്തുള്ള എല്ലാവരും, ജാനമനിലുള്ള എല്ലാവരും നമ്മുടെ വളരെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്. ഈ മഞ്ഞുമല്ലിന് മുന്നത്തെ ഒരു ബോയ്സ് ആയിരുന്നു അത്. ഇപ്പോഴാണ് മഞ്ഞുമല വന്നേ. ശരിക്കും ഒരു മെന്റർ ഉണ്ടോ, നമ്മളെല്ലാം ഷെയർ ചെയ്യുന്ന അങ്ങനെ ഒരു മെന്റർ ഉണ്ടോ അഭിരാമിന്? ഓഫ് കോഴ്സ് എന്റെ സീനിയേഴ്സ് എല്ലാവരും എന്റെ മെന്റേഴ്സ് ആണ്. ഡിസ്കസ് ചെയ്യാറുണ്ട് അവരായിട്ട്? പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും എന്താണ് പരിപാടി, അപ്പോൾ അവരടുത്ത് പറയണം എന്താണ് പരിപാടി. കറക്റ്റ്. അവരെല്ലാവരും മെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള എന്നെ സിനിമയിൽ കൊണ്ടുവന്ന ആൾക്കാർ. അപ്പോൾ സമീർ ഭായ് ആണെങ്കിലും ഷൈജു ഭായ്, സിദ്ധു ഭായ്, അവരൊക്കെ നമ്മൾ കാണുമ്പോൾ എന്താണ് പരിപാടി എന്താണ് ചോദിക്കും. അപ്പോൾ നമ്മളും അതൊക്കെ ഈ നമ്മളൊന്നും തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ അവരടുത്ത് എപ്പോഴും പ്രസന്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവും. ബിക്കോസ് അവർ നമുക്ക് സിനിമയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആ ഗുരുത്വം നമുക്ക് എപ്പോഴും എന്താണ്. അത് സോബിനാണെങ്കിൽ എല്ലാവരും നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നതാണ്. എൻ്റെ കാര്യം എന്താണ് പരിപാടി എന്ന് ചോദിക്കും അവർ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. എങ്ങനെ ഒരു റോള് ചൂസ് ചെയ്യുന്നത്? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാറുണ്ടോ റോള് ചൂസ് ചെയ്യുന്ന സമയത്ത്? നോക്കാറൊന്നുമില്ല. 40 ഫിലിംസ് കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അങ്ങനെ റോള് ഇതിന്റെ ഭാഗമായിട്ട് സിനിമകൾ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. ഇല്ല, നമുക്ക് വരുന്ന എല്ലാ പ്രൊജക്റ്റും അല്ല, വരുന്ന എല്ലാ പ്രൊജക്ട്സൊന്നും അല്ല. ചിലപ്പോൾ നമുക്ക് ചില സമയത്തിന്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ചെയ്യാതിരിക്കുന്നത് ഇഷ്യൂ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഒരു ഗഡ്സിന്റെ ഒരു, അത് ഞാൻ വന്ന് ഇന്റർവ്യൂവിൽ പറയുന്നത് തല്ലുമാലയുടെ കേസ് നമുക്കൊരു ഗഡ്സ്, അത് ഞാൻ പിൽക്കാലത്ത് നമ്മൾ ലൈക്ക് ആലോചിക്കുമ്പോൾ ഓക്കെ വി റിഗ്രറ്റ്, ബട്ട് ആ സമയത്ത് ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു എനിക്ക്, ലൈക്ക് ഐ ആം നോട്ട് ഫിറ്റ് ഫോർ ഇറ്റ് എന്നുള്ള. ഈ ഗട്ട്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയ സമയത്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു ഹൈറ്റ് ഭയങ്കര പേടിയാണ്, പിന്നെ അത് ഓവർകം ചെയ്തു എന്നുള്ളത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാം, പക്ഷേ ലൈഫിൽ ഇച്ചിരി പേടിയുള്ള കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിന് ഹൈറ്റ് ഇപ്പോഴും പേടിയാണോ? പേടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എന്തായാലും പറയാം. എനിക്ക് ഒരു തലയിറക്കോ അങ്ങനെ കാലിന് ഒരു ബലക്ഷയം വരുന്ന പോലെയൊക്കെ തോന്നും. അത് നമ്മൾ ഈ ബാൽക്കണിയിൽ നല്ല ഹൈറ്റുള്ള ഏതെങ്കിലും ബാൽക്കണിയിലൊക്കെ ആണെങ്കിൽ അറ്റത്ത് നിൽക്കുമ്പോൾ ഞാൻ എല്ലായിടത്തും മാറിയിരിക്കാൻ പറയും. കാരണം എനിക്കത് കാണുമ്പോൾ ശേഷം ഒരു സാധനങ്ങളാണ്. പക്ഷെ കൊടൈക്കനാൽ അത് അൺഎക്സ്പെക്ട് അങ്ങനെ ആയിരുന്നില്ല. കൊടൈക്കനാൽ അൺഇമാജിനബിൾ ആണ് അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ആ കഥകളൊക്കെ കേട്ടിട്ടും നമ്മൾ അതിലോട്ട് പറയുമ്പോഴേക്കും യു വിൽ ഹാവ് ദാറ്റ് ഫ്രൈറ്റ് മോർ. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ അവരെല്ലാവരും കൂളായിട്ട് ബാസിയൊക്കെ ഓടിച്ചാടി ഒറ്റക്കാലിലൊക്കെ ചാടി അതിന്റെ അങ്ങനത്തെ കാണിച്ചു നോക്കിയായിരുന്നു. അങ്ങനത്തെ അങ്ങനെയൊന്നുമില്ല. അത് നമുക്ക് ആ സിനിമയിൽ കാണുമ്പോൾ തന്നെ സീനിലറിയാം. ഞാൻ വളരെ പതുക്കെ ഏറ്റവും പിറകിലാണ് നടക്കണം, ബാക്കി എല്ലാവരും ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അതെ, ഓക്കെ. ആരാ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് ലൈഫിൽ? ഇപ്പം ഇങ്ങനത്തെ ഡിസിഷൻസ് ഒക്കെ ഇപ്പം ഫിലിമിലോട്ട് വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ആരാ? അങ്ങനെ ഇല്ല ആക്ച്വലി, അങ്ങനെയല്ല. എല്ലാവരും നമ്മുടെ സപ്പോർട്ട് സിസ്റ്റമാണ്. പാരൻസ് ഓഫ് കോഴ്സ് നമ്മുടെ സപ്പോർട്ട് സിസ്റ്റമാണ്. അച്ഛനും അമ്മയും അവർ നമ്മളെ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലോട്ട് വിദ്യാഭ്യാസത്തിലേക്കൊക്കെ എത്തിച്ചത് അതെനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. അവർ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മളെ ഫൈൻ ആർട്സ് പഠിക്കാനും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ളൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ അയക്കുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ എൻ്റെ അമ്മാവൻ പ്രൊഫസറാണ് അവിടെ. അപ്പോൾ പുള്ളിയൊക്കെ നമ്മുടെ മെൻറ്ററാണ് എപ്പോഴും. പക്ഷേ ഞാൻ എൻ്റെ തീരുമാനങ്ങൾ ഒരു 12ാം ക്ലാസ് തൊട്ടിട്ട് ഒറ്റക്ക് തന്നെയാണ് എൻ്റെ തീരുമാനങ്ങൾ ഞാൻ തന്നെയാണ് എടുക്കാറ്. +2 കഴിഞ്ഞിട്ട് ഇവർ എന്നെ ഇവിടുന്ന് പറഞ്ഞേക്കാനുള്ള തീരുമാനമായിരുന്നു അവരുടെ അവസാനത്തെ തീരുമാനം. ബാക്കിയെല്ലാം ഞാൻ സ്വന്തമാണല്ലേ. ബാക്കി തീരുമാനങ്ങളൊക്കെ ഞാൻ. ആരാ ശരിക്കും ലൈഫിലൊരു വലിയ ക്രിട്ടിക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ അതിനെ കറക്റ്റായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക, അല്ലെങ്കിൽ കുറേ പേരുണ്ട്. അത് കുറേ പേരുണ്ട്, നമുക്ക് എല്ലാവരും പറഞ്ഞു തരും. എല്ലാവരും നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ അടുത്ത് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. നമ്മുടെ പഴയ കോളേജ് സീനിയേഴ്സുണ്ട്. റെജി എന്ന് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റാണ്, പെയിന്റർ, KP റെജി, ബറോഡയിലുള്ള. റെജിയേട്ടൻ വളരെ കൃത്യമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കും. വലിയൊരു മെസ്സേജ്, ചെറിയ മെസ്സേജ് ഉണ്ടാകും. ഇനിയെങ്കിലും ഈ കള്ളുകൂടിന്റെ റോളൊന്ന് മാറ്റിപ്പിടിക്കും അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എല്ലാ പടത്തിലും ഉണ്ട്, ഞാൻ 2 പെക്കടിക്കണ സീൻ എല്ലാ പടത്തിലും ഉണ്ട്. അപ്പോൾ അവർ അപ്പോൾ അതൊക്കെ ഒരു ക്രിറ്റിസിസമായി, നമ്മളത് ശ്രദ്ധിക്കണം. മേ ബി ലൈക്ക് പിന്നെ അതങ്ങനെ തന്നെ ആയി പോകുമോ. ഇപ്പോൾ പോലീസ് ക്യാരക്ടേഴ്സിൻ്റെ കേസിൽ
സം പീപ്പിൾ സേ ദാറ്റ് അത് നമുക്കിതിനെ കുറിച്ച് അറിയില്ല. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു ഓർഗനൈസ്ഡ് മെന്റോർഷിപ്പിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്, ഇൻറ്റ്യൂഷനിലാണല്ലോ. അപ്പോൾ റിപ്പീറ്റഡ്ലി പോലീസ് വേഷങ്ങൾ വന്നപ്പോൾ മേ ബി ലൈക്ക് അത് തന്നെ ആയിപ്പോവും അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നത്. പക്ഷേ ഐ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്. ഇനി അടുത്ത് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യനും ഇല്ല എന്നൊരു ആൻസർ പറയരുത് കേട്ടോ. ഹു ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഇൻസ്പിരേഷൻ? അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആളെ കണ്ട് ഇൻസ്പയർഡ് ആവാ അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ട്. ഓ, ഷാരൂഖ് ഖാൻ. ആണോ? വലിയ ഫാനാണോ ഷാരൂഖ് ഖാൻ്റെ? ആണ്. എല്ലാ മൂവിയും കാണും? മൂവീസും കാണും ഉറപ്പായിട്ടും. ഞാൻ തൊട്ട് മുന്നേ ഉള്ള എൻ്റെ വേറൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ദൂരദർശനിൽ നമ്മൾ ബിഫോർ മലയാളം തിരുവനന്തപുരം ചാനൽ വരുന്നതിന് മുന്നേ ഹിന്ദി മാത്രമായിരുന്നല്ലോ 91, 92 കാലഘട്ടത്തിൽ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ TV മേടിച്ചൊരു സമയത്ത് ലൈക്ക് ഈ സീരിയൽ വരുമായിരുന്നു ദൂരദർശനിൽ, ഫൗജി എന്ന് പറഞ്ഞിട്ട്. അതിനകത്താണ് ഷാരൂഖ് ഖാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ തൊട്ട് ഞാൻ ഇയാളെ ശ്രദ്ധിക്കുന്നതാണ്. പിന്നെ എൻ്റെ ഒരു ഗ്രോത്തിനനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെയും ഗ്രോത്ത് സംഭവിക്കുന്നുണ്ടല്ലോ. ആൻഡ് ഹീസ് ആക്ടർ എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്തിയ ഒരു സ്ഥലം, അദ്ദേഹത്തിൻ്റെ ലൈഫാണ് എന്നെ ലൈക്ക് അതൊരു ലൈക്ക് അയാൾ ബാൻഡ് സ്റ്റാൻഡിൽ നിന്നിട്ട് മന്നത്ത് നോക്കിയിട്ട് ഞാനൊരു ദിവസം ഇവിടെ ലൈക്ക് സ്ട്രഗ്ലിംഗ് ടൈമിൽ ലൈക്ക് അപ്പോൾ അത് അയാൾ നേടിയെടുത്തു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ കാര്യമാണ്. എല്ലാവരും അങ്ങനെ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈസ് എ സ്ട്രോങ് മാൻ, ഈസ് എ നൈസ് മാൻ. കണ്ടിട്ടുണ്ടോ ശരിക്കും? നേരിട്ട് കണ്ടിട്ടുണ്ടോ? കാണാൻ പറ്റട്ടെ. ഓക്കെ, ശരി. അപ്പോൾ ഫ്യൂച്ചർ പ്രൊജക്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഭരതനാട്യം ഇറങ്ങുവാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാം. നമ്മൾ ഏകദേശം എൻഡിലോട്ട് എത്തുവാണ്. താങ്ക് യു വെരി മച്ച് ഞങ്ങളുടെ ഈ ഒരു സ്പേസിലോട്ട് വന്നതിനും ഇത്രയും നേരം ഞങ്ങളുടെ ഇവിടെ സ്പെൻഡ് ചെയ്തതിനും. ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല ടോക്ക്. ഓക്കെ, താങ്ക് യു. വെരി ഗുഡ് ടു ടോക്ക് ടു യു. താങ്ക് യു.